നമസ്കാരം. സ്പോർട്ട് ലൈവിലേക്ക് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിമർശന ശരമേറ്റുവാങ്ങി വാർത്തകളിൽ നിറയുകയാണ് നടി മഞ്ജു വാര്യർ. ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്തയനുസരിച്ച് ഇത്തവണ മഞ്ജുവിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഒടിയൻ സിനിമയുടെ സംവിധായകൻ ശ്രീകുമാർ മേനോനാണ്. മഞ്ജുവിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് ശ്രീകുമാർ മേനോൻ പ്രതികരിച്ചിരിക്കുന്നത്. WCCയുമായി ബന്ധപ്പെട്ട മഞ്ജു വാര്യർ എടുത്ത നിലപാടുകളും അതോടൊപ്പം തന്നെ വനിതാ മതിൽ നിന്നും പിന്മാറിയ നിലപാടുകളെയും ശക്തമായി വിമർശിച്ചുകൊണ്ടാണ് ശ്രീകുമാർ മേനോൻ രംഗത്തെത്തിയിരിക്കുന്നത്. തുടക്കം മുതൽ പറയുമ്പോൾ തന്നെ പല വിമർശനങ്ങളും മഞ്ജു വാര്യർക്കെതിരെ ശ്രീകുമാർ മേനോൻ ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ചും ഒടിയൻ സിനിമ റിലീസായതിനു ശേഷം നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിലും മറ്റൊരു ചാനൽ അഭിമുഖത്തിലുമൊക്കെ മഞ്ജു വാര്യർക്കെതിരെ ഒരു ശക്തമായ വിമർശനമാണ് ശ്രീകുമാർ മേനോൻ ഉന്നയിച്ചത്. എന്തുകൊണ്ട് മഞ്ജു ഇത്തരം പരാമർശങ്ങൾ, ഒടിയനെതിരെ അടക്കമുള്ള ശക്തമായ പ്രതിരോധങ്ങൾ വരുമ്പോൾ അതിനെതിരെ മറുപടി പറയുന്നില്ല എന്ന് ശ്രീകുമാർ മേനോൻ ആവർത്തിച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ പലരും ഉന്നയിച്ച ചോദ്യം, മോഹൻലാൽ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല എന്ന് താങ്കൾ പറയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ശ്രീകുമാർ മേനോൻ പറഞ്ഞത്, മഞ്ജു വാര്യരെ സിനിമയിൽ വീണ്ടും ശക്തമായൊരു മടങ്ങിവരവിന് കളമൊരുക്കിയത് താനാണെന്നും അന്നു മുതൽ തനിക്ക് നേരെ സിനിമാ മേഖലയിൽ നിന്നുള്ള ഒരു അജണ്ട പ്രവർത്തിക്കുന്നുണ്ടെന്നും ആ അജണ്ടയുമായി അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ പ്രവർത്തനങ്ങളാണ് തനിക്കെതിരെയും സിനിമയ്ക്കെതിരെയുമുള്ള ആരോപണങ്ങളെന്ന് ശ്രീകുമാർ മേനോൻ ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ മോഹൻലാൽ അടക്കമുള്ള നടന്മാർ പ്രതികരിക്കുന്നതിനേക്കാൾ മഞ്ജു വാര്യർ എന്ന നടിയാണ് ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ടതെന്ന് ശ്രീകുമാർ മേനോൻ പ്രതികരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത്, കഴിഞ്ഞ ദിവസം നവോത്ഥാന മതിലുമായി ബന്ധപ്പെട്ട നിലപാടിൽ നിന്നും മഞ്ജു വാര്യരുടെ പിന്മാറ്റം വലിയ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു എന്നതാണ്. പ്രത്യേകിച്ചും ആദ്യം നവോത്ഥാന മതിലിനെയും വനിതാ മതിലിനെയും ഒക്കെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഫേസ്ബുക്ക് വീഡിയോയും ഒക്കെ പോസ്റ്റ് ചെയ്ത മഞ്ജു വാര്യർ പൊടുന്നനെ നിലപാട് മാറ്റുകയും വനിതാ മതിലിൽ നിന്നും പിന്മാറുന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. രൂക്ഷ വിമർശനവുമായി മുൻ SFI നേതാവ് സിന്ധു ജോയ് ഫേസ്ബുക്കിലൂടെ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെ മന്ത്രി G സുധാകരൻ, മന്ത്രി ബാലൻ അടക്കമുള്ളവർ നിലപാടുമായി എത്തിയിരുന്നു. അതേസമയം സിനിമാ മേഖലയിൽ നിന്നും ഭാഗ്യലക്ഷ്മി അടക്കമുള്ളവർ പറഞ്ഞത്, മഞ്ജു വാര്യർ എന്തുകൊണ്ട് ഒടിയൻ അടക്കം ഉള്ള സിനിമാ മേഖലയിലെ വിമർശനങ്ങൾക്കെതിരെ പ്രതികരിക്കണമെന്നാണ്. മഞ്ജു കഴിവുള്ള നടിയാണ്. മഞ്ജു ഈ മേഖലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന നിലപാടാണ് ഭാഗ്യലക്ഷ്മി അടക്കമുള്ളവർ പങ്കുവച്ചത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങൾ ഈ വിവാദങ്ങളൊക്കെ പുകയുമ്പോൾ നിശബ്ദത പാലിച്ചിരുന്ന മഞ്ജു വാര്യർ ഒടിയന് നൽകുന്ന ജനപിന്തുണയ്ക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. പക്ഷേ കൂടുതലായൊന്നും മഞ്ജു വിവാദങ്ങളെ കുറിച്ച് പറഞ്ഞില്ല. അതേസമയം കഴിഞ്ഞ ദിവസം ഒരു ചാനൽ അഭിമുഖത്തിനിടെ നടൻ മോഹൻലാൽ രൂക്ഷമായ ഭാഷയിൽ ഒടിയനെ വിമർശിച്ച അവതാരകനടക്കം കുറിക്കുകൊള്ളുന്ന മറുപടി പറഞ്ഞുകൊണ്ട് ഒടിയനെ കുറിച്ച് നിലപാട് വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഏറ്റവും ഒടുവിൽ ശ്രീകുമാർ മേനോൻ പറയുന്നത്, കൂടെ നിൽക്കുന്നവർക്കൊപ്പം നിൽക്കുന്ന ഒരു നിലപാടല്ല മഞ്ജുവിനുള്ളത്. ഇപ്പോൾ മഞ്ജു കാണിക്കുന്ന ഈ നിലപാട് ശരിയല്ല. WCC തുടക്കം മുതൽ, കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം മുതൽ WCC സ്വീകരിച്ചിരുന്ന ഒരു നിലപാടുണ്ട്. പ്രത്യേകിച്ചും മഞ്ജുവിന് വേണ്ടി ആണ് ആ താരനിര തന്നെ അണിനിരുന്നത്. പാർവതി അടക്കമുള്ള മുൻനിര നായികമാർ ആ ഒരു നിലപാടിന്റെ പേരിൽ പിന്നോട്ട് പോയപ്പോൾ മഞ്ജു എന്തുകൊണ്ട് നിശബ്ദത പാലിക്കുന്നു എന്ന് സമൂഹമടക്കം ആവർത്തിച്ച് ചോദിച്ചിരുന്നു. ആ ഒരു നിലപാടാണ് ഇപ്പോൾ ശ്രീകുമാർ മേനോനും പറഞ്ഞിരിക്കുന്നത്. സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് ആപത്തിൽ സഹായിക്കേണ്ടവരാണ്. പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ആപത്ത് ഘട്ടം സിനിമാ മേഖലയിൽ തനിക്കടക്കം വന്നപ്പോൾ മഞ്ജു വാര്യർ എന്തുകൊണ്ടൊരു നിലപാട് പറയുന്നില്ല, മാറി നിൽക്കുന്നു? ഈ മൗനം നല്ലതെന്ന് അല്ല എന്നുള്ള വലിയ സൂചന ശ്രീകുമാർ മേനോൻ നൽകുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ എന്തായിരിക്കും വരും മണിക്കൂറുകളിലെ സിനിമാ മേഖലയിൽ നിന്നുള്ള പ്രതികരണം? മഞ്ജു വാര്യർ ഈ വിഷയത്തെ എങ്ങനെ കാണുന്നു? ശ്രീകുമാർ മേനോൻ തന്റെ നിലപാടുകളുമായി മുന്നോട്ട് പോകുമോ? ഏതായാലും വരും മണിക്കൂറുകൾ സിനിമാ മേഖലയെ സംബന്ധിച്ചും കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചും ഈ നിലപാടുകളുമായി നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാത്തിരുന്ന് കാണാം കൂടുതൽ വാർത്തകൾക്കായി.